പാലൂരിലെ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ 2022 അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ 302, 449 എന്നീ വകുപ്പുകളാണ്. 2022 ഒക്ടോബർ 22-നായിരുന്നു പാലൂരിലെ വിഷ്ണുപ്രിയയെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ആ വിധിയാണ് വന്നിരിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷയും 10 വർഷം കഠിന തടവുമാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള ശ്യാംജിത്ത് നടത്തിയിട്ടുള്ള പ്രണയാഭ്യർത്ഥനയെല്ലാം തന്നെ തുടർച്ചയായി നിരസിച്ചതിൻ്റെ പകയാണ് ഈ വിധത്തിൽ ക്രൂരമായ രീതിയിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് എന്നതാണ് പ്രോസിക്യൂഷൻ്റെ കേസായിരുന്നത്. ആ കേസിൽ വിശദമായ രീതിയിലുള്ള വാദമാണ് കേൾക്കുകയും ചെയ്തിരുന്നത്. 2022 ഒക്ടോബർ 22-ന് ഈ വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് എത്തിയ പ്രതി ശ്യാംജിത്ത് ഈ വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പ്രതിയെ അതിനോടകം തന്നെ പോലീസ് കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു, പിടികൂടുകയും ചെയ്തിരുന്നു. വേഗത്തിൽ തന്നെ ഇതിൻ്റെ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ജീവപര്യന്തം തടവ് ശിക്ഷയും 10 വർഷം തടവും. തീർച്ചയായിട്ടും വിനിലെ അല്പസമയം മുമ്പാണ് കോടതി ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവുമാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ നിർണായകമായിട്ടുള്ള ഒരു കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. 10 വർഷം അധിക തടവും അതോടൊപ്പം തന്നെ ജീവപര്യന്തം തടവും കൂടിയാണ് വിധിച്ചിരിക്കുന്നത്. അതിന് പുറമെ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. എന്തായാലും നിർണായകമായി 2022 ഒക്ടോബർ മാസം 22-ാം തീയതി നടന്നിട്ടുള്ള ഈ കേസിൻ്റെ വിധി ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. നിർണായകം അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു പ്രതി ശ്യാംജിത്ത് നടത്തിയത് എന്ന കാര്യം തന്നെ കോടതി ഈ വിധി പ്രസ്താവത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള കാര്യമായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള വാദത്തിനിടയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വലിയ തോതിൽ പ്രോസിക്യൂട്ടർ ഇക്കാര്യമാണ് കോടതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 10 വർഷം അധിക തടവിനോടൊപ്പം തന്നെ ജീവപര്യന്തം തടവും കൂടി കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാനന്തേരി സ്വദേശി ഈ മരണപ്പെട്ടിട്ടുള്ള വിഷ്ണുപ്രിയയുടെ സുഹൃത്തുമായിട്ടുള്ള ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് അതോടൊപ്പം തന്നെ 10 വർഷം അധിക തടവ് കൂടി അനുഭവിക്കേണ്ടുന്ന എന്ന ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് പുറമെ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. അഭിഭാഷകന്റെ ഉൾപ്പെടെ പ്രതികരണമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വധശിക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു. അപ്പോൾ വധശിക്ഷ ലഭിക്കാതിരിക്കുന്നതിന് കോടതി കണ്ടെത്തിയിട്ടുള്ള എന്തെങ്കിലും നിരീക്ഷണങ്ങൾ, അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പിന്നിലെ പൂർണ്ണമായിട്ടുള്ള വിധി പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഇതിന് പുറകിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം കോടതി അത്തരത്തിലുള്ള ഒരു വധശിക്ഷയിലേക്ക് കടക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും 2 വകുപ്പുകളാണ് ഈ കോടതി ഇതിൻ്റെ ഭാഗമായി ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 302 അതുപോലെ തന്നെ 449 കൊലപാതക കുറ്റവും അതുപോലെ തന്നെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഇത്തരത്തിലുള്ളൊരു ഈ പറയുന്ന രീതിയിൽ ഒരു ആക്രമണം നടത്തി എന്ന വകുപ്പുകളുമാണ് കോടതി ചുമത്തിയിട്ടുള്ളത്. ഈ കൊലപാതകത്തിനാണ് ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 449 വകുപ്പിന് ഈ പറയുന്ന 10 വർഷം അധിക തടവും ഇതാണ് വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഇക്കാര്യമെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായ തോതിൽ ഈ സാക്ഷിമൊഴികൾ അല്ലെങ്കിൽ അതിൻ്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. വധശിക്ഷ നൽകും എന്നുള്ള പ്രതീക്ഷയും അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷൻ പങ്കുവെച്ചുകൊണ്ടിരുന്നത്.